ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻസേഴ്സാണ്. നമ്മളിപ്പോൾ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്നത് വാഹനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഘടിപ്പിച്ചു വച്ചിട്ടുള്ള പല സെൻസറുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസാണ്. ഈ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് അതിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഈസിക്ക് ഇൻഫർമേഷൻ കിട്ടാൻ സഹായിക്കുന്ന ഒരുപാട് സെൻസറുകൾ ഉണ്ട് വെഹിക്കിളുകളിൽ. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പല ടൈപ്പ് സെൻസറുകൾ ഒരു വെഹിക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമുക്ക് മെയിനായിട്ടുള്ള ഒരു 8 എണ്ണം എടുക്കാം. ഒരു 8 സെൻസറുകൾ എടുക്കാം. അതിലൊന്നാമതാണ് എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചർ. എൻജിൻ്റെ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻസറാണിത്. ദെൻ മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ ഇൻടേക്ക് മാനിഫോൾഡിലുള്ള പ്രഷർ, എയറിൻ്റെ പ്രഷർ എത്ര എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് MAP സെൻസർ. ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ, ഇൻലെറ്റിലേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് IAT സെൻസർ. ദെൻ O2 സെൻസർ. O2 സെൻസർ എക്സോസ്റ്റ് മാനിഫോൾഡിലാണ് സാധാരണ ഫിറ്റ് ചെയ്യാറുള്ളത്. ലാംഡ സെൻസർ എന്ന് പറയും. ഓക്സിജൻ്റെ റേറ്റ്, എത്ര ഓക്സിജൻ ഉണ്ട് പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ എന്നൊക്കെയുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് O2 സെൻസർ ഉപയോഗിക്കുന്നത്. അഞ്ചാമത്താണ് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, TP. ത്രോട്ടിലിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ക്യാം പൊസിഷൻ, ക്യാം ഷാഫ്റ്റിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. ക്രാങ്ക് പൊസിഷൻ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻസർ. ലാസ്റ്റ് വൺ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ABS സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സെൻസർ. ഇത്രയും സെൻസറുകളാണ് ഒരു സാധാരണ വെഹിക്കിളിൽ ഉപയോഗിക്കുന്നത്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന 8 സെൻസറുകളെയാണ് ഇവിടെ കാറ്റഗറി ചെയ്തിട്ടുള്ളത്. മെനി അതർ സെൻസേഴ്സ് ആർ യൂസിങ് ഇൻ ദ വെഹിക്കിൾ. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഒരുപാട് സെൻസറുകൾ വേറെയും ഉപയോഗിക്കുന്നുണ്ട്. ഇൻ മോഡേൺ വെഹിക്കിൾസ് 10 to 100+ സെൻസേഴ്സ് ആർ യൂസിങ്. അപ്പോൾ പുതിയൊരു മോഡേൺ വെഹിക്കിളിലാണെങ്കിൽ 10 മുതൽ 100-ൽ കൂടുതൽ സെൻസറുകൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 8 സെൻസറുകളെ പല കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതിൽ സ്വിച്ചസ് ഉണ്ട്, റെസിസ്റ്റീവ് സെൻസേഴ്സ് ഉണ്ട്, കറണ്ട് ജനറേറ്റിംഗ് സെൻസേഴ്സ് ഉണ്ട്, ഹാൾ എഫക്റ്റ് സെൻസർ ഉണ്ട്, ഹോട്ട് ഫിലിം എയർ മാസ് മീറ്റർ ഉണ്ട്, ലാംഡ സെൻസർ ഉണ്ട്. ഇങ്ങനെ ഒരു 6 കാറ്റഗറി ആയിട്ട് നമുക്ക് ഈ സെൻസറുകളെ തിരിക്കാൻ പറ്റും. ഈ 6 കാറ്റഗറിയിൽ നിന്നാണ് നമ്മൾ പല ആപ്ലിക്കേഷനിലേക്ക് സെൻസറുകളെ മാറ്റുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ സെൻസറുകളും ഇതിലേതെങ്കിലും ഒരു കാറ്റഗറി ആയിരിക്കും. നമുക്ക് ഇത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, സ്വിച്ചസ്. സ്വിച്ചസ് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലെ സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ ഓഫ് പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയാണെങ്കിലും ഓൺ ഓഫ് സെൻസറുകൾ തന്നെയാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ചസ് ആർ ബേസിക്കലി ഓൺ ഓഫ് സെൻസേഴ്സ്. സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ ഓഫ് സെൻസറുകളാണ്. ഇൻപുട്ട് ഗിവൻ ടു ECU ഈസ് നോർമലി ഇൻ 2 സ്റ്റേറ്റ്സ്. 2 സ്റ്റേറ്റിലാണ് ഇൻപുട്ട് നൽകുന്നത്. അതിലൊന്നാമത്തത് എയ്തർ ഓൺ ഓർ ഓഫ്. അതിൽ ഒന്ന് ഓൺ ആയിരിക്കും അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. ഫിസിക്കൽ പൊസിഷൻ ഓഫ് ദി സ്വിച്ച് ക്യാൻ ബി ചേഞ്ച് ബൈ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ടെമ്പറേച്ചറിനും പ്രഷറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും സ്വിച്ചിൻ്റെ ഓണും ഓഫും കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഇതാണ് സ്വിച്ച് ൻ്റെ ഓപ്പൺ പൊസിഷനാണ്. ഓപ്പൺ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് പൊസിഷനിലാണ്. ക്ലോസ്ഡ് പൊസിഷൻ എന്ന് പറയുന്നതാണ് സ്വിച്ചിൻ്റെ ഓൺ സ്റ്റേറ്റും. ഇത് രണ്ടും ആദ്യം മനസ്സിലാക്കുക. ഒരു സ്വിച്ച് ഓപ്പൺ പൊസിഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫാണ്, ആ സർക്യൂട്ട് ഓഫാണ്. ദെൻ ഒരു സ്വിച്ച് ക്ലോസ്ഡ് പൊസിഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഓണാണ്. എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ, ടെമ്പറേച്ചർ, ഒരു ഓട്ടോമൊബൈൽ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നുമാണ് ഒരു സെൻസറിലേക്ക് വരാൻ പോകുന്നത്. ഒന്നെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്തുള്ള എയറിൻ്റെ അബ്സല്യൂട്ട് പ്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ കൂളൻ്റ് ടെമ്പറേച്ചർ ഏതെങ്കിലും ആയിരിക്കും. ഈ ടെമ്പറേച്ചറോ പ്രഷറോ എക്സ്റ്റേണൽ ഫോഴ്സോ ഏതാണോ സ്വിച്ചിൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ഓൺ ഓഫ് പൊസിഷനിലേക്ക് മാറ്റാൻ സ്വിച്ചുകൾ സഹായിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ തെർമോസ്റ്റാറ്റിക് സ്വിച്ച്, ടെമ്പറേച്ചർ സ്വിച്ചാണ് തെർമോസ്റ്റാറ്റിക് സ്വിച്ച്. നമ്മളതിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഒരു പരിധിയിൽ കൂടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആകുന്നു, അതേപോലെ പരിധിയിൽ കുറഞ്ഞു കഴിയുമ്പോൾ അത് ക്ലോസ്ഡ് ആകുന്നു. നമ്മളത് കണ്ടതാണ്.
ഇത് തന്നെയാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ആ ഏതാണോ നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന പാരാമീറ്റർ അതിനനുസരിച്ചിട്ട് ഓൺ ഓഫ് പൊസിഷനിലേക്ക് മാറാൻ സ്വിച്ചുകളെ കൊണ്ട് സാധിക്കുന്നു. രണ്ടാമതൊരു സെൻസറാണ് റെസിസ്റ്റീവ് സെൻസർ. In resistive sensor, the variation is resistance happen due to change in the input data like position, temperature, pressure, etc. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് വേരി ആയിക്കൊണ്ട് അവിടെ വരുന്ന കറൻറ്റിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ വേരിയേഷൻ നോക്കിക്കൊണ്ടാണ് ഈ ടൈപ്പ് സെൻസറുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഇൻപുട്ട് ഡാറ്റ ആയിട്ട് വരുന്നത് ഒന്നെങ്കിൽ പൊസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രഷർ ആയിരിക്കും, ഏതോ ആയിക്കോട്ടെ. ഇതിൻ്റെ ഇൻപുട്ട് ഇത് ഏതെങ്കിലും ആയിരിക്കും. ദെൻ ഇൻപുട്ട് ടു കൺട്രോൾ യൂണിറ്റ് ഈസ് നോട്ട് നെസസറിലി ദ റെസിസ്റ്റൻസ് ബട്ട് ക്യാൻ ബി ദ വോൾട്ടേജ് ആൾസോ. അപ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത് കറൻറ്റും അല്ലെങ്കിൽ വോൾട്ടേജോ ആയിരിക്കും. വോൾട്ടേജോ റെസിസ്റ്റൻസോ കറൻറ്റിനോ ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു സെൻസിങ് എലമെൻറ്റ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിനെ കൈമാറുന്നത്. അതിലൊന്നാമതാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. റിയോസ്റ്റാറ്റ് നമ്മളെല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. റിയോസ്റ്റാറ്റിൽ ജനറലി 2 വയർ സെൻസർ, ഇത് 2 വയർ സെൻസറാണ്. ഇവിടെ കണക്ഷൻ വരുന്നത് 2 വയറുകൾ ഉപയോഗിച്ചുള്ള ഒരു സെൻസറാണ് 2 വയർ സെൻസർ. ചേഞ്ചസ് റെസിസ്റ്റൻസ് ഹാപ്പൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ മെക്കാനിക്കൽ പൊസിഷൻ. അപ്പം മെക്കാനിക്കൽ പൊസിഷനിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്തപ്പോൾ നമ്മളൊരു ഇതിൻ്റെ മുകളിൽ കൂടി സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയതാണ്. അപ്പോൾ നമ്മൾ മാനുവലായിട്ടാണ് മെക്കാനിക്കൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തത്. ഇവിടെ നമ്മളൊരു എക്യുപ്മെൻറ്റിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എക്യുപ്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്തിനൊരു വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, മെക്കാനിക്കൽ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതുമൂലം ഈ ഒരു സർക്യൂട്ടിൽ, ഈ ഒരു റിയോസ്റ്റാറ്റിൽ കറൻറ്റ് വേരിയേഷൻ വരുന്നു, അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻ വരുന്നു. ഈ സമയത്ത് അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റ് ECU എടുക്കുന്നു. വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഓർ വോൾട്ടേജ് ഈസ് ഇൻ്റർപ്രറ്റഡ് ബൈ ECU ഫോർ കാൽക്കുലേഷൻ. അങ്ങനെ ECUയിലേക്ക് എത്തുമ്പോഴാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. മെഷർമെൻറ്റ് ഓഫ് വാല്യൂ ഹാപ്പൻ ഇൻസൈഡ് ദ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഈ മെഷർമെൻറ്റ് നടക്കുന്നത്. രണ്ടാമത്തെ ഒരു ടൈപ്പ് റെസിസ്റ്റീവ് സെൻസറാണ് പൊട്ടൻഷ്യോമീറ്റർ. ജനറലി 3 വയർ സെൻസർ. ഇവിടെ 3 വയർ സെൻസറാണ് 1, 2, 3 3 വയർ സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചേഞ്ചസ് റെസിസ്റ്റൻസ് ഹാപ്പൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ മെക്കാനിക്കൽ പൊസിഷൻ. ഇവിടെയും മെക്കാനിക്കൽ പൊസിഷനിൽ അല്ലെങ്കിൽ പ്രഷർ, ടെമ്പറേച്ചർ എന്നുള്ള പാരാമീറ്റേഴ്സ് തന്നെയാണ് ഇവിടെയും ചേഞ്ചിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ റിയോസ്റ്റാറ്റും പൊട്ടൻഷ്യോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയോസ്റ്റാറ്റ് കുറച്ചും കൂടി ഹൈ വോൾട്ടേജ് ഉള്ള എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പൊട്ടൻഷ്യോമീറ്റർ കമ്പാരിറ്റീവ്ലി ചെറിയൊരു എക്യുപ്മെൻ്റ് ആണ്, ചെറിയൊരു സെൻസറാണ്. ഈ സെൻസർ കുറച്ച് വോൾട്ടേജുള്ള, ചെറിയ വോൾട്ടേജുകളിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ടിൻ്റെയും വർക്കിംഗ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഷർമെൻറ്റ് ഓഫ് വാല്യൂ ഹാപ്പൻ ഔട്ട്സൈഡ് ദ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിൻ്റെ ഔട്ട്സൈഡിലാണ് മെഷർമെൻറ്റ് വാല്യൂ ചെയ്യുന്നത്. ഇതാണ് റിയോസ്റ്റാറ്റും പൊട്ടൻഷ്യോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം. മൂന്നാമത്തെ ഒരു റെസിസ്റ്റീവ് സെൻസറാണ് തെർമിസ്റ്റർ. തെർമിസ്റ്റർ പേരിൽ തന്നെ ഉണ്ട്, തെർമിസ്റ്റർ. തെർമിസ്റ്റർ ആർ ദോസ് സെൻസേഴ്സ് ഹൂസ് റെസിസ്റ്റൻസ് വാല്യൂസ് ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ചിങ് ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുന്ന ഒന്നാണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൂളൻ്റ് ടെമ്പറേച്ചറിൻ്റെ മീറ്റർ പഠിച്ചിരുന്നു, ബാലൻസ്ഡ് കോയിൽ ഇൻഡിക്കേഷൻ മീറ്റർ പഠിച്ചിരുന്നു. അവിടെ നമ്മൾ പഠിച്ചത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് മാറുന്നു, അതിനനുസരിച്ചിട്ട് മാഗ്നറ്റിക് റൈറ്റ് സൈഡിലെ മാഗ്നറ്റിക് കോയിൽ എനർജൈസ് ആവുന്നു, പോയിൻ്റർ അങ്ങോട്ട് മാറുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സെയിം തന്നെയാണ് ഇവിടെ തെർമിസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടുന്നു. ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് തെർമിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. തെർമിസ്റ്റർ ആർ സപ്ലൈഡ് വിത്ത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്. അപ്പോൾ തെർമിസ്റ്ററിലേക്ക് കോൺസ്റ്റൻറ്റ് വോൾട്ടേജിൽ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ തെർമിസ്റ്ററിലേക്ക് പാസ് ചെയ്യുന്ന വോൾട്ടേജ് കണ്ടിന്യൂസ്ലി 12 വോൾട്ടിൽ തന്നെ ആയിരിക്കും പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിച്ച് ഈസ് കണ്ടിന്യൂസ്ലി മോണിറ്റർഡ് ബൈ കൺട്രോൾ യൂണിറ്റ് ടു ഡിസൈഡ് ദ ടെമ്പറേച്ചർ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് 12 വോൾട്ട് ആണെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വോൾട്ടേജിൽ വ്യത്യാസങ്ങൾ വരും. അത് വരാൻ കാരണം ഈ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. ഈ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നത് മൂലം വോൾട്ടേജ് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. ആ കൂടലും കുറയലും മോണിറ്റർ ചെയ്യലാണ് ECU ചെയ്യുന്നത്, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഇതിനെ മോണിറ്റർ ചെയ്തിട്ട് അവിടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്നു.
ഇങ്ങനെയാണ് ഒരു തെർമിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. തെർമിസ്റ്റർ ക്യാൻ ഹാവ് ഏതർ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓർ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. രണ്ട് ടൈപ്പ് തെർമിസ്റ്ററുകളുണ്ട്. ഒന്ന് NTC തെർമിസ്റ്ററും മറ്റൊന്ന് PTC തെർമിസ്റ്ററും. ടെമ്പറേച്ചർ വാല്യൂ കൂടുന്നു, ആ സമയത്ത് റെസിസ്റ്റൻസ് കുറവാണ്. ഇവിടെ ടെമ്പറേച്ചർ വാല്യൂ കൂടുന്നു, ആ സമയത്ത് റെസിസ്റ്റൻസ് കൂടുതലാണ്. ഈ ഒരു നമുക്ക് എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഏതൊരു ടൈപ്പ് തെർമിസ്റ്ററാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള തെർമിസ്റ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NTCയും PTCയും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെർമിസ്റ്റർ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ തെർമിസ്റ്റർ NTC ആണോ PTC ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആ സർക്യൂട്ടിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത്രയ്ക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. തെർമിസ്റ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്ന ഒരു ഡിവൈസ്. ആ ഡിവൈസാണ് തെർമിസ്റ്റർ സെൻസർ എന്ന് പറയുന്നത്. ദെൻ നാലാമതൊരു റെസിസ്റ്റീവ് സെൻസറാണ് പീസോ റെസിസ്റ്റീവ് എന്ന് പറയുന്നത്. പ്രഷർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ പീസോ റെസിസ്റ്റീവ് സെൻസർ വർക്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് പ്രഷർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്നു, പ്രഷർ ഗേജ്. പ്രഷർ ഗേജിലെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ടൈപ്പ് പീസോ റെസിസ്റ്റീവ് സെൻസർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് പ്രഷർ കൂടുതലാണെങ്കിൽ അവിടേക്കുള്ള റെസിസ്റ്റൻസിൽ വാരി ചെയ്യും. ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് എവിടെ ഇത്ര പ്രഷർ ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ECUക്ക് കൈമാറും. അതാണ് ഈ ഒരു ടൈപ്പ് സെൻസറുകൾ ചെയ്യുന്നത്. They are subject to external pressure which cause changing resistance. എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ അവിടേക്കുള്ള റെസിസ്റ്റൻസ് വാരി ചെയ്യും. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഈസ് സപ്ലൈഡ്. തെർമിസ്റ്റർ പോലെ തന്നെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണ് അതിലേക്ക് സപ്ലൈ ചെയ്യുന്നത്, പക്ഷേ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ചേഞ്ചസ് ഉണ്ടാകും. ഈ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നത് കാരണം ഔട്ട്പുട്ട് വോൾട്ടേജിൽ ചേഞ്ചസ് ഉണ്ടാകും. ഈ ചേഞ്ച് മെഷർ ചെയ്തിട്ടാണ് കൺട്രോൾ യൂണിറ്റ് ഇത്ര പ്രഷർ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് സെൻസറാണ് കറണ്ട് ജനറേറ്റിംഗ് സെൻസർ എന്ന് പറയുന്നത്. റെസിസ്റ്റീവ് സെൻസർ കഴിഞ്ഞിട്ട് മറ്റൊരു ടൈപ്പാണ് കറണ്ട് ജനറേറ്റിംഗ് സെൻസർ. Certain sensors generate the voltage when subjected to change in physical phenomena such as pressure, position, etc. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതെല്ലാം റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് വോൾട്ടേജിൽ വ്യത്യാസം വരുന്ന ഒരു ടൈപ്പ് സെൻസറുകളായിരുന്നു. ഇവിടെ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് ഉണ്ടാക്കുകയാണ് ഈ സെൻസർ. അതിലേക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വോൾട്ടേജിൽ വേരിയേഷൻ വരും. ഒരു കറണ്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് സെൻസറുകളാണ് ഈ ടൈപ്പ് സെൻസറുകൾ എന്ന് പറയുന്നത്. നമ്മളൊരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിലേക്ക് നമ്മളൊരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാകും. ഇതേ ഒരു സിദ്ധാന്തം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടൈപ്പ് കറണ്ട് ജനറേറ്റിംഗ് സെൻസറുകൾ ഉണ്ടാക്കുന്നത്. അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പീസോ ഇലക്ട്രിക് സെൻസറും രണ്ടാമത്തത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ സെൻസർ. അതിൽ പീസോ ഇലക്ട്രിക് സെൻസർ സർട്ടൻ ക്രിസ്റ്റൽ സച്ച് ആസ് കോഡ്സ്. ഇപ്പോൾ കോഡ്സ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലാണ്, നമ്മുടെ വാച്ചിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കോഡ്സ് എന്ന് പറയുന്നത്. വളരെ ഫാസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓക്സിലോമീറ്ററാണ് കോഡ്സ് എന്ന് പറയുന്നത്. വെൻ സബ്ജക്റ്റഡ് ടു എ പ്രഷർ ജനറേറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൺ ഇറ്റ് സർഫസ് ദ ഫിനോമിനൻ ഈസ് റിവേഴ്സിബിൾ. അപ്പോൾ ഇതിലേക്ക് ഒരു പ്രഷർ, ഇപ്പോൾ ഈ ഒരു ഹാമർ വെച്ചിട്ട് നമ്മൾ ഇവിടേക്കൊരു ഇമ്പാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുണ്ടാകുന്ന വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വോൾട്ടേജാണ് ഇവിടെ ഉണ്ടാവുക. നല്ലൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വോൾട്ടേജ് ഉണ്ടാകും, കുറഞ്ഞൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞ വോൾട്ടേജ് ഉണ്ടാകും. ഈ വോൾട്ടേജിൻ്റെ റേറ്റ് മെഷർ ചെയ്തിട്ട് അവിടെ ഇത്ര ഇമ്പാക്റ്റ്, ഇപ്പോൾ ഇത്ര ഫോഴ്സാണ് ആക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്ര പ്രഷറാണ് ആക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കുന്നു. അപ്പോൾ ആ വോൾട്ടേജിൻ്റെ എത്ര റേറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ്, കുറഞ്ഞ വോൾട്ടേജ് ആണെങ്കിൽ കുറഞ്ഞ ഫോഴ്സ്, ഇപ്പോൾ ഇവിടെ ഒരു 2 കിലോഗ്രാം ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വോൾട്ടേജ് ആയിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ ഒരു 6 ആണെങ്കിൽ അതിന് അനുസരിച്ചിട്ട് വോൾട്ടേജ് ഇവിടെ കൂടും. അങ്ങനെ നമുക്ക് അവിടെയുള്ള പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് ജനറേറ്റിംഗ് സെൻസറിൽ ഒന്നാമത്തത് പീസോ ഇലക്ട്രിക് സെൻസറാണ്. അതിൻ്റെ വർക്കിംഗ് നമ്മൾ അതിലേക്കൊരു ഫോഴ്സ് ഇമ്പാക്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ വോൾട്ടേജിൽ, അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൽ വ്യത്യാസം വരും. ആ വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് അവിടെ എത്ര ഫോഴ്സ് വന്നു എന്നുള്ളത് സെൻസ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് പീസോ ഇലക്ട്രിക് സെൻസർ എന്ന് പറയുന്നത്.
അതിൽ രണ്ടാമത്തത് മാഗ്നറ്റിക് ഇൻഡക്റ്റീവ് സെൻസർ. മാഗ്നറ്റിക് ഇൻഡക്റ്റീവ് സെൻസർ എന്ന് പറയുന്നത് ദിസ് കൈൻഡ് ഓഫ് സെൻസർ ആർ കൺസിസ്റ്റ് ഓഫ് കോയിൽ വൗണ്ട് അറൗണ്ട് പെർമനൻറ്റ് മാഗ്നറ്റ്. ഒരു പെർമനൻറ്റ് മാഗ്നറ്റ്, ഒരു കാന്തം ഉണ്ടാകും. ഈ കാന്തത്തിന് ചുറ്റും ഒരു കോയിൽ വൗണ്ടറീസ് ഉണ്ട്, ചുറ്റുകമ്പികൾ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു കാന്തം, അതിന് ചുറ്റും ചുറ്റുകമ്പികൾ. And the magnetic field is disturbed by external means, current is generated inside the coil terminals. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തടസ്സമോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോയിലിൽ കറണ്ട് ജനറേറ്റ് ചെയ്യും. അവിടെ ഒരു അത് നോർമലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിലിൽ കറണ്ട് ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന പാറ്റേൺ സാധാരണ അതിലെ കറണ്ടിൻ്റെ പാത്തിൽ നിന്നും വ്യത്യാസം വരുമ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നുള്ളത് സെൻസ് ചെയ്യാൻ പറ്റും. ദ പാറ്റേൺ ഓഫ് കറണ്ട് ഒബ്റ്റെയിൻ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ്. അപ്പം അതിലേക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നോക്കാം, സ്മൂത്തായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, ഇത് കറണ്ടിൻ്റെ ഒരു പാത്താണ്. ഈ പാത്തിലേക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കറണ്ടിൽ നിന്നും ഒരു വ്യത്യസ്തത വന്നിട്ട് പിന്നെ വീണ്ടും പഴയ വഴിയിലേക്കാവുമ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സെൻസ് ചെയ്യുന്ന ഒരു ടൈപ്പ് സെൻസറാണ് മാഗ്നറ്റിക് ഇൻഡക്റ്റീവ് സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ടൈപ്പാണ് ഹാൾ എഫക്റ്റ് സെൻസർ എന്ന് പറയുന്നത്. When a current passes through a semiconductor plate, there is no voltage developed at right angles to the direction of current. ഇപ്പോൾ ഇതൊരു സെമി കണ്ടക്ടർ പ്ലേറ്റ് ആണെന്ന് കരുതുക. ഈ സെമി കണ്ടക്ടർ പ്ലേറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യിക്കുകയാണ്. കറണ്ട് പാസ് ചെയ്യിക്കുന്ന സമയത്ത് ദർ ഇസ് നോ വോൾട്ടേജ് ഡെവലപ്പ് അറ്റ് ദി റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട്. ഈ കറണ്ട് പാസ് ചെയ്യുന്നതിന് 90 ഡിഗ്രി ആയിട്ട് റൈറ്റ് ആംഗിളിൽ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് സെമി കണ്ടക്ടറിൽ റൈറ്റ് ആംഗിളിൽ വോൾട്ടേജ് ഉണ്ടാകുന്നില്ല. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പ്ലേറ്റ്, ആ പ്ലേറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യിക്കുകയാണ്, പക്ഷേ ഇതിൻ്റെ 90 ഡിഗ്രിയിൽ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നില്ല. ഈ മറിച്ച് വേറൊരു കേസ് നോക്കുക. ഹവർ വെൻ ദിസ് പ്ലേറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ഇനി ഈ ഒരു പ്ലേറ്റിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ വോൾട്ടേജ് ഈസ് ഡെവലപ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ 90 ഡിഗ്രിയിൽ ഒരു വോൾട്ടേജ് അവിടെ ഉണ്ടാകും. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഹാൾ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പ്ലേറ്റ്, ഒരു സെമി കണ്ടക്ടർ പ്ലേറ്റിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 90 ഡിഗ്രി വോൾട്ടേജ് ഒന്നും ഉണ്ടാവില്ല, അതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി പകരം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു പ്ലേറ്റിന് ചുറ്റും ഒരു പ്ലേറ്റിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് 90 ഡിഗ്രിയിലായിട്ട് അവിടെ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് നമുക്ക് അവിടെ വരുന്ന എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ ഫിഗർ നമുക്ക് VH = 0, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇവിടെ VH1 ഒരു വോൾട്ടേജ് വരികയും ചെയ്യും. ആ വോൾട്ടേജിന് പറയുന്ന പേരാണ് ഹാൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് പറയുന്നതാണ് ഹാൾ എഫക്റ്റ് എന്നുള്ളത്. ഇങ്ങനെ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഫിനോമിനൊക്കെ പറയുന്ന പേരാണ് ഹാൾ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സെൻസറാണ് ഹാൾ എഫക്റ്റ് സെൻസർ.